മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അങ്ങനെ ഇന്ന് അവതരിക്കപ്പെട്ടു. ബജറ്റിനെതിരെ വലിയ രീതിയിൽ വിമർശനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. റെയിൽവേയുടെ സുരക്ഷയ്ക്ക് പരിഗണന നൽകാൻ സർക്കാർ തീരുമാനിക്കുന്നു. 1.08 ലക്ഷം കോടി രൂപ സുരക്ഷാ പദ്ധതികൾക്കായി കേന്ദ്ര ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. പ്രതിരോധ വകുപ്പിന് 6.21 ലക്ഷം കോടി രൂപയാണ് ബജറ്റിലെ നീക്കിയിരിപ്പ്. രാജ്യത്ത് ഞെട്ടിച്ച തീവണ്ടി അപകടങ്ങൾക്ക് ശേഷം സുരക്ഷയ്ക്ക് അല്പം കൂടി പ്രാധാന്യം നൽകുകയാണ് റെയിൽവേ. ബജറ്റിൽ റെയിൽവേക്ക് ആകെ നീക്കിയിരിപ്പ് 2.62 ലക്ഷം കോടി രൂപ. അതിൽ 1.08 ലക്ഷം കോടി രൂപയും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ്. തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് തടയാനുള്ള കവച സംവിധാനത്തിന് വേണ്ടി ഓപ്റ്റിക്കൽ ഫൈബർ 4275 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ സ്ഥാപിച്ചത്. അത് വിപുലപ്പെടുത്തുക, സിഗ്നലിംഗ്, പഴയ പാളം മാറ്റുക തുടങ്ങിയവയെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളിൽ പെടും. 10 वर्षों में प्रधानमंत्री श्री नरेंद्र मोदी जी ने रेलवे के लिए एक फोकस्ड वे में मेहनत के साथ जो काम किया है, उस काम को आगे ले जाने की भी इस रेलवे बजट में फोकस है. പ്രതിരോധ വകുപ്പിന് അനുവദിച്ച പണം കുറഞ്ഞുപോയി എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ ഭീഷണി നേരിടുന്ന ഘട്ടമാണിതെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കഴിഞ്ഞ തവണത്തെ ബജറ്റ് നീക്കിയിരിപ്പിനേക്കാൾ 4.8% വർധനവാണ് ഇത്തവണ പ്രതിരോധ വകുപ്പിനുള്ളത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.